Hi friends, എല്ലാവർക്കും ബിഫോർ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ എന്താവും ഹോം തിയേറ്റർ ഉണ്ടാവും. അപ്പോൾ പഴയ ഹോം തിയേറ്ററിലൊന്നും ബ്ലൂടൂത്ത് ഉണ്ടാവില്ല. അപ്പോൾ ബ്ലൂടൂത്ത് ഇല്ലാതെ ഏതൊരു ഹോം തിയേറ്ററും നമുക്ക് എങ്ങനെ ബ്ലൂടൂത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ഹോം തിയേറ്ററിന് ബ്ലൂടൂത്ത് ഇല്ല. അപ്പോൾ ഇത് നമുക്കെങ്ങനെ വളരെ നിസ്സാരമായിട്ട് ഒരു 60 രൂപ കൊണ്ട് നമുക്ക് എങ്ങനെ ബ്ലൂടൂത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഏതായാലും ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലൂടൂത്ത് മൊഡ്യൂള്. ഈ മൊഡ്യൂള് പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലൊരു മൊബൈൽ ചാർജർ ഏതെങ്കിലും പഴയതുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കുക. ഇതുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, നമുക്ക് നല്ല രൂപത്തിൽ തന്നെ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ മൊബൈൽ ചാർജിൻ്റെ അവിടെ നമ്മൾ കറണ്ട് കുത്തുന്ന ഭാഗത്ത് നമ്മൾ 2 വയർ ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളുടെ USB വരുന്ന ഭാഗത്ത് നമുക്ക് 5 വോൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 5 വോൾട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ അകത്ത് 5 പോയിൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 5 പോയിൻറ്റിലും ഞാൻ 5 കളറിലുള്ള വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മൊബൈൽ ചാർജറിൻ്റെ അവിടെ ഫേസ് ന്യൂട്രലുള്ളടത്ത് 2 വയർ കൊടുത്തു. നിങ്ങൾ കണ്ടില്ലേ, ഫേസും ന്യൂട്രലുള്ളടത്ത് 2 വയർ കൊടുത്തു. പിന്നെ നമ്മളുടെ USB-ൻ്റെ അവിടെ 5 വോൾട്ട് കിട്ടുന്ന പോസിറ്റീവ് നെഗറ്റീവ് നോക്കി അവിടെയും 2 വയർ കൊടുത്തു. അതിൽ 2 വയർ ഈ മൊഡ്യൂളിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 5 വോൾട്ട് അതേപോലെ തന്നെ GND അവിടേക്ക് ഞാൻ ചുവപ്പും ബ്ലാക്കും കൊടുത്തു, പോസിറ്റീവും നെഗറ്റീവും. പിന്നെ 3 ലെഗ് ഉള്ളത് കഴിഞ്ഞാൽ റൈറ്റ് ഔട്ട്, GND ലെഫ്റ്റ് ഔട്ട്. അപ്പോൾ അവിടെ ഞാൻ 3 കളറിൽ വയറും സോൾഡർ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ചിപ്പിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. പിന്നെ ഇതാണ് നമ്മളുടെ ഹോം തിയേറ്റർ. അപ്പോൾ ഹോം തിയേറ്ററിൻ്റെ ബാക്ക് തുറക്കുക. ഞാനപ്പം ഹോം തിയേറ്ററിൻ്റെ ബാക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇത്രയും കാര്യങ്ങൾ. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബോർഡുകളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഞാൻ പുറത്ത് കാണിച്ചു തരാം. ഓഡിയോ ഇൻപുട്ട്, അതേപോലെ തന്നെ താഴെയുള്ളതാണ് ഓഡിയോ ഔട്ട്പുട്ട്. നമുക്ക് ഓഡിയോ ഇൻപുട്ടിൻ്റെ അവിടെയാണ് ആ ബോർഡിൽ നിന്ന് ആ മൊഡ്യൂളിൻ്റെ അകത്തും വരുന്ന 3 വയർ സോൾഡർ ചെയ്യാനുള്ളത്. ഒന്ന് GND അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ്. ഈ 3 വയറുകൾ നമുക്ക് ഈ ഓഡിയോ ഇൻപുട്ടുള്ള പോയിൻറ്റിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 പോയിൻ്റ് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലുള്ളതാണ് GND, അതിൻ്റെ 2 സൈഡിലുള്ളതാണ് ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കണക്ഷൻസ് ഒന്നും കൂടിയും കാണാം. മൊബൈൽ ചാർജറിന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നേരെ ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. പിന്നെ 3 വയർ നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടിട്ടാണുള്ളത്. അതാ റൈറ്റ് ഔട്ട്, അതേപോലെ തന്നെ ഗ്രൗണ്ട്, ലെഫ്റ്റ് ഔട്ട്. ഈ 3 വയറാണ് നമ്മളുടെ ഹോം തിയേറ്ററിൻ്റെ ആ ബോർഡിൻ്റെ ഇൻപുട്ട് സെക്ഷനിലേക്ക് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഇൻപുട്ട് സെക്ഷനിലേക്ക് മുകളിലായിട്ട് ഗ്രൗണ്ട് കൊടുത്തു. പിന്നെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് നോക്കിയിട്ട് അങ്ങനെ 3 വയർ നമ്മൾ ആ ഇൻപുട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വയറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മൊബൈൽ ചാർജറിലേക്ക് കൊടുക്കേണ്ട പവർ സപ്ലൈ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടേക്ക് നമ്മൾക്ക് AC 220 വോൾട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഹോം തിയേറ്ററിൽ വരുന്ന ഇൻപുട്ട് സെക്ഷൻ ഇൻപുട്ട് സെക്ഷൻ വരുന്നുണ്ടല്ലോ, നമ്മളുടെ AC കറണ്ട് വരുന്ന വയർ നോക്കിയിട്ട് ഇവിടെയാണ് AC കറണ്ട് വരുന്നത്. നമ്മളുടെ ട്രാൻസ്ഫോമറിലേക്ക് പോകുന്ന കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വയർ കട്ട് ചെയ്ത് അവിടെ ഇൻസുലേഷൻ ചെയ്ത് നല്ലതുപോലെ ഇൻസുലേഷൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ആ മൊബൈൽ ചാർജർ വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ അവിടെ ഇൻസുലേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മളുടെ സർക്യൂട്ട് നമ്മളുടെ ഈ ഒരു ബ്ലൂടൂത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഈ ബോർഡൊക്കെ നല്ല ഷോർട്ട് ആവാണ്ട് നല്ലതുപോലെ വെക്കുക എന്നതാണ് നമുക്ക് അടുത്തൊരു പണി. അപ്പോൾ ഞാൻ അതിൻ്റെ കേസിൽ തന്നെ മൊബൈൽ ചാർജറിൻ്റെ കേസിൽ തന്നെയാണ് ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ ഐഡിയക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആ സൈഡിൽ ഒട്ടിച്ചിട്ട് ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂൾ അതിൻ്റെ പുറത്തായിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തത്. ഇനി ഏതായാലും നമ്മളുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ ബാക്ക് ഭാഗമൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ വേറെ കണക്ഷൻസ് ഒന്നുമില്ല, ഔട്ട്പുട്ട് സെക്ഷനിലുള്ള സ്പീക്കർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലൂടൂത്ത് ഓൺ ആക്കുകയാണ്. അപ്പം BT-SS1 പറഞ്ഞതാണ്, ഇത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാട്ട് വെച്ച് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു പാട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ കഴിയുന്നുണ്ടാകും. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വോയിസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഇതേപോലെ ഹോം തിയേറ്ററുകളൊക്കെ നമുക്ക്